നമസ്കാരം. 2026 യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസി എന്താണെന്നും 2026 എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുമാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കോപ്പിറൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്ത കണ്ടന്റുകൾ അതേപോലെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് കണ്ടന്റ് ആണ്. അതിന് കോപ്പിറൈറ്റ് അതിന്റെ ഓണറിന് ഏത് സമയത്ത് നമുക്ക് തരാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയിലേക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്? നമ്മളിപ്പോൾ മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇത് അറിയുന്നത്? രണ്ട് രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും. ഒന്ന്, കോപ്പിറൈറ്റ് മാച്ച് ടൂൾ അവരുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിലൂടെ നമ്മൾ ആ വീഡിയോയുടെ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വരെ ഇതിന്റെ ഓണറിന് അറിയാനായിട്ട് പറ്റും. രണ്ടാമത്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ അവർക്ക് സജഷനിലോ റെക്കമെൻഡേഷനിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുകൊണ്ടും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാനായിട്ട് സാധിക്കും. അഥവാ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യുന്ന കാര്യം, സ്ട്രൈക്ക് വന്ന ഉടൻ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മെയിൽ തരും, നിങ്ങളുടെ ചാനലിൽ ഇന്ന വീഡിയോയിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആ മെയിലിൽ കാണും. അതിനോടൊപ്പം തന്നെ ആരാണോ ഈ സ്ട്രൈക്ക് തന്നിട്ടുള്ളത്, ഓണർ ആരാണോ അവരുടെ മെയിൽ ഐ ഡിയും കൂടെ ആ മെയിലിനോടൊപ്പം കാണും. അതെന്തിനാണ് ഓണറിന്റെ മെയിൽ ഐ ഡി, അതായത് സ്ട്രൈക്ക് തന്ന ആളുടെ മെയിൽ ഐ ഡി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്ട്രൈക്ക് തന്ന ആളുമായിട്ട് സംസാരിച്ചത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇത്. യൂട്യൂബിന് വെളിയിൽ നമുക്ക് അവരുടെ മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ നിന്ന് ആ സ്ട്രൈക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് സംസാരിച്ച് നോക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ഈ മെയിൽ ഐ ഡി തരുന്നത്. പലപ്പോഴും ഇങ്ങനെ വരുന്ന സ്ട്രൈക്കുകളിൽ ചിലതൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഓണേഴ്സ് റിമൂവ് ചെയ്യാറുണ്ട്, ചിലർ റിമൂവ് ചെയ്യാറില്ല. അതായത് റിട്രാക്ട് ചെയ്യുക എന്ന് പറയും. അതായത് നമുക്ക് വന്ന ആ ഒരു സ്ട്രൈക്ക്, നമുക്ക് ഇട്ട സ്ട്രൈക്ക് അവർ റിട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ നിന്ന് സ്ട്രൈക്ക് മാറത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കും. ഈ 90 ഡേയ്സ് നമ്മളുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. ഈ 90 ഡേയ്സിനുള്ളിൽ വീണ്ടും സ്ട്രൈക്കുകൾ വന്നാലാണ് നമ്മുടെ ചാനലിൽ പ്രശ്നം ഉണ്ടാവുക. മൂന്നാമത് സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 7 ഡേയ്സിന്റെ ടൈം മാത്രമേ യൂട്യൂബ് തരത്തുള്ളൂ. 7 ഡേയ്സിനുള്ളിൽ വന്ന സ്ട്രൈക്കുകൾ റിട്രാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മുമ്പോട്ട് 7 ഡേയ്സിന് ശേഷവും നമുക്ക് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയും യൂട്യൂബ്. മനസ്സിലായി? അതായത് 3 അതിലധികമോ സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചാനൽ യൂട്യൂബിൽ ഉണ്ടാകത്തില്ല. 7 ഡേയ്സിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ തരും. അതിനുള്ളിൽ നമുക്ക് സ്ട്രൈക്ക് തന്ന കമ്പനികളുമായിട്ടോ ഓണേഴ്സുമായിട്ടോ സംസാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പണി കിട്ടും. അപ്പം ഇതാണ് ഈ കോപ്പിറൈറ്റിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. നമ്മൾ വിചാരിക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കും. ഒരു സ്ട്രൈക്ക് ഒന്നും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ശരിയാണ്, ഒരു സ്ട്രൈക്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ട്രൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ കോപ്പിറൈറ്റ് കണ്ടന്റുകൾ യൂസ് ചെയ്യുമ്പോൾ പലരുടെയും വിചാരം കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കോപ്പിറൈറ്റ് കിട്ടത്തുള്ളൂ. 10 സെക്കൻഡോ 5 സെക്കൻഡോ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്ന് പലരും ധരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയല്ല. നമ്മളൊരു 10 സെക്കൻഡിന്റെ ക്ലിപ്പ് വേറെ ഏതെങ്കിലും ഒരാളുടെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ 10 സെക്കൻഡിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർ വിചാരിക്കുകയാണ് അവന് സ്ട്രൈക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിരിക്കും. മനസ്സിലായി? അപ്പൊ എത്ര ഡ്യൂറേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടെ, നമ്മൾ മറ്റാരുടെയും കണ്ടന്റുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ ചാനൽ ഇതുപോലെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഫേക്ക് സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കണ്ടന്റ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടന്റിന്റെ യഥാർത്ഥ ഓണർ ആ സ്ട്രൈക്ക് തന്നിരിക്കുന്ന ആളല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരാണോ സ്ട്രൈക്ക് തന്നത് അവർക്കും ഇതിന്റെ മെയിൽ പോകും. മെയിൽ പോയതിനു ശേഷം അവരത് പിന്നെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അവരുടെ കണ്ടന്റ് ആണെന്നുള്ള കാര്യം അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വീഡിയോ ഡിലീറ്റ് ആവും. അതിനോടൊപ്പം തന്നെ 90 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പം മാക്സിമം കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളും വരുന്നത് ഒറിജിനൽ ഓണറിന്റെ കയ്യിൽ നിന്ന് തന്നെയുള്ള സ്ട്രൈക്കുകളായിരിക്കും. ഫേക്ക് ആയിട്ടുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രൈക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ നോട്ടിഫിക്കേഷൻ യൂട്യൂബിന് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 2026 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാതെ ഇരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൂടെ പറയാം. അതായത് യൂട്യൂബിന് 2026 പോളിസി തന്നെ നിങ്ങൾ വിചാരിച്ചോളുക. ഈ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, യൂട്യൂബിൽ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതെന്നാണ്. പക്ഷെങ്കിൽ വീഡിയോകൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോസ്, ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാം. എനിക്ക് അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ വീഡിയോയുടെ തമ്പനെയിൽ യൂസ് ചെയ്തതിന്
എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ്. അപ്പം അതുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമ്പം അത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ വീഡിയോകളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമതായിട്ട് പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മ്യൂസിക് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആ മ്യൂസിക് പ്രോഗ്രാമിന്റെ മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിലെ പാട്ടുകളും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് അവർ വീഡിയോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പം ഇവർ കരുതുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, എൻ്റെ സ്വന്തം ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഇത് കോപ്പിറൈറ്റഡ് ഒന്നും അല്ല എന്നാണ്. പക്ഷെങ്കിൽ അങ്ങനെയല്ല. നമ്മളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്താലും അവിടെ നടക്കുന്ന പ്രോഗ്രാം നമ്മുടെയല്ല, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം അല്ല, അതിൽ പാടുന്ന പാട്ടുകൾ നമ്മൾ എഴുതിയതല്ല, അതിന് ട്യൂൺ കൊടുത്തത് നമ്മളല്ല, നമ്മളുമായിട്ട് അതിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിനും ഒരു ബന്ധവും കാണും. അതായത് അത് ഫുള്ളി കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അത് മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ചാനലിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പം അതുകൊണ്ട് സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, എവിടെയെങ്കിലുമൊക്കെയുള്ള പ്രോഗ്രാംസും പാട്ടുകളും മറ്റുള്ളവർ പാടുന്നതൊക്കെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്താലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. മൂന്നാമതായിട്ട് സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റുന്ന പരിപാടി. സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ 2, 3, 4 ആളുകൾ നടത്തുന്ന ഒരു സ്കിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം അതേപോലെ ആ ഒരു വേർഡ് ടു വേർഡ് നമ്മൾ അതിലെ ഓരോ കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ മറ്റൊരു സ്കിറ്റ് അതേപോലെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഓണറിന് ആ സ്ക്രിപ്റ്റിന്റെ മുകളിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പം നമുക്കൊരു ഐഡിയ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് അതേപോലെ എടുക്കാം പാടില്ല. ഇപ്പം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റി അതിന് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം ഈ കഴിഞ്ഞിടത്ത് തന്നെ ഏതോ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുകയും അതിന് നഷ്ടപരിഹാരം 30 ലക്ഷം രൂപ കണ്ട് കൊടുക്കേണ്ട ഒരു കേസ് വന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു ന്യൂസിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് യൂട്യൂബിലും ഒരു കണ്ടന്റിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനും കോപ്പിറൈറ്റ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു പാട്ടിന്റെ ലിറിക്സ് അത് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും അതിനും കോപ്പിറൈറ്റ് കിട്ടും. കാരണം അതിൻ്റെ ഒരു കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഒരു പാട്ടെന്ന് പറയുന്നത് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആണ്, അതിന്റെ ലിറിക്സ് എല്ലാ കാര്യങ്ങളും കോപ്പിറൈറ്റഡ് ആയിരിക്കും. അത് നമ്മൾ ടെക്സ്റ്റ് രൂപത്തിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അതേപോലെ മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൂവിയുടെ ഒരു പോർഷനും വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു മൂവി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞാലും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. ഇതേപോലെ മറ്റൊരു കേസുണ്ട്, ഈ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ചെയ്താൽ അവിടെയും ഇതേപോലെ സ്ട്രൈക്ക് വരും. അപ്പോൾ അത് ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആയിരിക്കാം ഈ ഒരു കേസിൽ വരിക, ചിലപ്പം കോപ്പിറൈറ്റും വരാനുള്ള സാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണോ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അതിൻ്റെ എന്തായാലും ലോഗോയോ അതിൻ്റെ പേരോ ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ യൂസ് ചെയ്യുമല്ലോ, ആ ഒരു കാര്യം വെച്ചുകൊണ്ട് കമ്പനിക്ക് സ്ട്രൈക്ക് തരാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ 2026 നിങ്ങൾ വീഡിയോകൾ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോളുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽസിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന കണ്ടന്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് കോപ്പിറൈറ്റ് വരത്തില്ല എന്നല്ല, ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇടുന്ന റീൽസിലും ഒക്കെ തന്നെ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കേസിൽ ചിലർ അത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ഒരു വീഡിയോ മറ്റൊരാൾ എടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറകെ പോകാറൊന്നുമില്ല. കാരണം അവർ എടുത്തോട്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണണമെന്നില്ല, ചിലപ്പം നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു അവയർനെസ് പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.